ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സന്ധ്യാസമയം ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ സന്ധ്യാവന്ദനത്തെ അറിയിക്കട്ടെ. ഇതുവരെയും ഞാനൊരു ബൈബിൾ ക്ലാസ്സിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല. വളരെ ചെറിയ ചെറിയ ചിന്തകൾ മാത്രം നമ്മുടെ AG ജോർജായൻ പണ്ടുണ്ടായിരുന്നപ്പോൾ തന്നെ സഹായിക്കുവാൻ വേണ്ടി ചില ആഴ്ചകളിലൊക്കെയും ചില വാക്കുകളും ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നതൊഴിച്ചാൽ ബൈബിൾ ക്ലാസ് ഞാൻ സംസാരിച്ചിട്ടില്ല. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയെ ഞാൻ സമ്മിശ്രം ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മളിപ്പോൾ ഉൽപ്പത്തി പുസ്തകം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്ന 1.5 വർഷത്തിന് മേലെയായി. വളരെ ശക്തമായ രീതിയിൽ തിരുവചനം പഠിക്കുവാൻ ദൈവത്തിൻ്റെ പല ദാസന്മാരാൽ, നമ്മുടെ സഹോദരന്മാരാൽ ദൈവം നമ്മൾ ഇടയാക്കി. കഴിഞ്ഞ നാളുകളിൽ ഈ ക്ലാസ്സിന് ലീഡ് ചെയ്തതാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. ഒപ്പം ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. തിരുവചനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വേദപുസ്തകത്തിലെ 2 പുസ്തകങ്ങൾ സാധാരണ വിശ്വാസികൾ വായിക്കുവാനോ പഠിക്കുവാനോ താല്പര്യപ്പെടാത്തതായിട്ടുണ്ട്. അതിൽ ഒന്ന് ഉൽപ്പത്തി പുസ്തകമാണ്. രണ്ടാമത്തേത് വേദപുസ്തകത്തിൻ്റെ അവസാന പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാത്തിൻ്റെയും ഉത്ഭവം നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം പിശാചിൻ്റെ ഉത്ഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും പഠിക്കുവാൻ നമുക്ക് മനസ്സ് വരുന്നില്ല എന്ന് ചോദിച്ചാൽ, അതിന് താല്പര്യം വരുന്നില്ല എന്ന് ചോദിച്ചാൽ, പിശാച് നമ്മളെ ഒന്നുകിൽ അനുവദിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായി കഴിയും. പിശാച് എവിടെ നിന്നുണ്ടായി? പിശാചിൻ്റെ ഉത്ഭവം എങ്ങനെ ഉണ്ടായി? പിശാചിൻ്റെതാകുന്ന അന്ത്യം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു സാധാരണ വിശ്വാസി അറിയരുത് എന്നുള്ളത് പിശാച് നല്ലപോലെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ CBC പാലാരിവട്ടം ചില വർഷങ്ങളായി തന്നെ ഈ പുസ്തകങ്ങൾ പഠിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി നമ്മളെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചു വന്നതാകുന്ന വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകമെങ്കിലും അതിൻ്റെതാവുന്ന ചെറിയൊരു ഇൻട്രൊഡക്ഷനിലേക്ക് ഞാനൊന്ന് ഇന്ന് കടന്നതിന് ശേഷം നമ്മുടെ പാഠ്യഭാഗമാകുന്ന 25 കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാകുന്ന പുസ്തകമാണ്. വേദപഠിതാക്കൾ പഠന സൗകര്യത്തിനു വേണ്ടി ഇതിനെ 2ആയി തിരിച്ചിട്ടുണ്ട്. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഒരു പാർട്ടും 12 മുതൽ 50 വരെ ഉള്ളതാകുന്ന അധ്യായങ്ങൾ രണ്ടാമത്തെ പാർട്ടും. 1 മുതൽ 11 വരെയുള്ളതാകുന്ന അധ്യായങ്ങൾ ഹ്യൂമൻ ഹിസ്റ്ററി അല്ലെങ്കിൽ മാനവ ചരിത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. 12 മുതൽ 50 വരെയുള്ളതാകുന്ന അധ്യായങ്ങൾ ലൈഫ് ഹിസ്റ്ററി അഥവാ ജീവചരിത്രം എന്നും അറിയപ്പെടുന്നു. 1 മുതൽ 11 വരെയുള്ളതാകുന്ന അധ്യായത്തിൽ 4 വിഷയങ്ങൾ നമ്മൾ കാണുന്നു. 1 സൃഷ്ടി, ക്രിയേഷൻ. 2 വീഴ്ച, ദ ഫാൾ ഓഫ് ദ മാൻ. 3 ജലപ്രളയം, ഫ്ലഡ്. 4 ബാബേൽ ഗോപുരം, ടവർ ഓഫ് ബാബേൽ. 4 വ്യക്തികളെ നമുക്ക് ഈ ഒന്നാമത്തെ പാർട്ടിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 1 ആദാം, 2 ഹാബേൽ, 3 ഹാനോക്ക്, 4 നോഹ. ഈ 4 വ്യക്തികളെ നമുക്ക് 11 വരെയുള്ള അധ്യായങ്ങൾ കാണുവാനായി കഴിയുന്നു. രണ്ടാമത്തേതാവുന്ന പോർഷനിൽ
12 മുതലുള്ള അധ്യായങ്ങളിൽ 4 വ്യക്തികളുടെ ജീവിത ചരിത്രം നമ്മൾ പഠിക്കുന്നു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്നു. മിസ്രയീമിൽ അവനെ സുഗന്ധവർഗമിട്ട് അവനെ ഒരു ശവപ്പെട്ടിയിൽ ജോസഫിനെ അടക്കി വെച്ചു എന്ന് പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെതാവുന്ന ജീവിതത്തിനപ്പുറമായി, ഒരു ശവപ്പെട്ടിക്കും അപ്പുറമായി മനുഷ്യനൊരു പ്രത്യാശയുണ്ട്, അവനൊരു നിത്യജീവനുണ്ട് എന്നുള്ളത് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നു. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചു വന്നതാകുന്ന ഭാഗങ്ങൾ, കഴിഞ്ഞ 2 ആഴ്ചകളിലായി പഠിച്ചത് 23, 24, അതിനു മുമ്പ് ഉള്ള അധ്യായങ്ങൾ 22, 21. ഇതൊക്കെ നമ്മൾ പ്രിയ ടോബിയിലൂടെ പഠിക്കുവാനിടയായി തീർന്നു. 23-ാമത്തെ അധ്യായത്തിൽ വളരെ സുപ്രധാനമാകുന്ന ഒരു കാര്യം സംഭവിക്കുന്നു. അബ്രഹാമിൻ്റെ ഭാര്യയാകുന്ന സാറ മരിക്കുന്ന ഒരു രംഗം 23-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 23-ാമത്തെ അധ്യായത്തിന് ശേഷം 2 സുപ്രധാനമാകുന്ന കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ കാണുന്നു. അത് 2 വിവാഹങ്ങളാണ്. ഒന്ന്, ഏകനായി തീർന്നതാകുന്ന ഇസ്ഹാക്കിന് ഒരു തക്ക തുണിയെ വേണം. അബ്രഹാമിൻ്റെ വിശ്വസ്ത ദൂതനാകുന്ന ഭൃത്യനാകുന്ന ഏലിയാസറിനെ ആ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് മെസൊപ്പൊത്താമ്യയിലേക്ക് അയക്കുകയും അവിടെ നിന്ന് റിബേക്ക എന്ന് പറയുന്ന ഒരു സുന്ദരിയായ യുവതിയെ അബ്രഹാം പറഞ്ഞതാകുന്ന അതേ അടയാളത്തോടുകൂടെ അവിടെ നിന്ന് കൊണ്ടുവരികയും ഇസ്ഹാക്കിന് അവളെ ഭാര്യയായി കൊടുക്കുകയും ചെയ്യുന്ന രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. 24-ാമത്തെ അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവൻ അവളെ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി, അവൻ അവളെ പരിഗ്രഹിച്ചു, അവന് അവളിൽ സ്നേഹമായി. ഇങ്ങനെ അവൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നുപോയി. ഒരു വിവാഹത്തിന് ശേഷം ദുഃഖിതനായിരുന്നതാകുന്ന ഒരു ഇസ്ഹാക്കിൻ്റെ, അമ്മയുടെ മരണത്തെ തുടർന്ന് ദുഃഖിതനായി തീർന്നതാകുന്ന ഇസ്ഹാക്കിൻ്റെ മരണദുഃഖം ഒരു വിവാഹത്തോടുകൂടെ ഇല്ലാതെയാകുന്ന രംഗം നമ്മൾ അവിടെ കാണുകയാണ്. ഇസ്ഹാക്കിനേക്കാളും ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു സാറയെക്കുറിച്ച് ദുഃഖിക്കുന്നത് അബ്രഹാം ആയിരിക്കും. ഇസ്ഹാക്കിന് റിബേക്കയെ കിട്ടിയപ്പോൾ അവൻ്റെ ദുഃഖം തീർന്നു പോയി. പക്ഷേ അബ്രഹാമിൻ്റെ ദുഃഖമോ? അതാണ് നമ്മൾ 25-ാമത്തെ അധ്യായത്തിൽ ആദ്യം കാണുന്നത്. അവൻ വീണ്ടും വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവളുടെ പേര് കെതൂറ. ഇതിൽ 25-ാമത്തെ അധ്യായത്തിൻ്റെ 4 ഭാഗങ്ങൾ, 4 കാര്യങ്ങൾ, ഒന്ന് അതിൻ്റെ സമ്മറി ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അബ്രഹാമിൻ്റെതാകുന്ന പ്രവൃത്തികളും, സാറ മരിച്ചതിന് ശേഷം അബ്രഹാമിൻ്റെ പ്രവൃത്തികളും അതിൻ്റെ പ്രത്യേകതകളും തൻ്റെ മരണവും. Abraham's actions and characteristics after Sarah's death and his own death. സാറ മരിച്ചതിന് ശേഷം താൻ തിരഞ്ഞെടുക്കുന്നതാകുന്ന ഒന്നാണ് കെതൂറ. ഇതിനു മുമ്പ് തനിക്ക് ഒരു വെപ്പാട്ടി ഉണ്ടായിരുന്നു. ആ വെപ്പാട്ടിയുടെ പേരാണ് ഹാഗാർ. കെതൂറയിൽ
നമ്മളിവിടെ 25-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. കെത്തൂറയിൽ 6 മക്കൾ തനിക്കുണ്ട്. അത് ഞാൻ വായിക്കാം. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെത്തൂറ എന്നു പേർ. അവൾ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദ്യാൻ, ഇബ്ചാക്, ശൂവക് എന്നിവരെ പ്രസവിച്ചു. 6 മക്കൾ. മുമ്പ് 2 മക്കളുണ്ട്. ഒന്ന് വെപ്പാട്ടിയുടെ മകനും തൻ്റെ സ്വന്തം പുത്രനാകുന്ന ഇസ്ഹാക്ക്. ഇപ്പോൾ ആകെ മക്കൾ 8 മക്കളായി. വാഗ്ദത്ത പ്രകാരമുള്ളതാകുന്ന സന്തതി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ബാക്കി 7 പേരും വെപ്പാട്ടികളുടെ മക്കളാണ്. വെപ്പാട്ടികളുടെ മക്കൾ. രണ്ടാമത്തെ പോർഷനിൽ അതിൻ്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിൻ്റെ മകനാകുന്ന ഇസ്മായേലിൻ്റെ വംശാവലിയും ഇസ്മായേലിൻ്റെ മരണവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ 19 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്ഹാക്കിൻ്റെ കുടുംബജീവിതവും തൻ്റെ 2 മക്കളായ ഏശാവിൻ്റെ യാക്കോബിൻ്റെ ജനനവും കൊടുത്തിട്ടുണ്ട്. അടുത്തതായി 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമാകുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം തൻ്റെ അനുജനായ യാക്കോബിന് വിൽക്കുന്നു. ഇങ്ങനെ 4 പ്രധാനമാകുന്ന വിഷയങ്ങൾ നമ്മളിവിടെ പ്രധാനമായിട്ടും ഈ അധ്യായത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ 1-ാമത്തെ പോർഷനിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ ഈ വിഷയത്തിൽ നിന്നായിരിക്കും ഞാൻ അധികം സംസാരിക്കുന്നത്. ബാക്കിയുള്ള 3 പോർഷൻ ഞാൻ സമയത്തിനനുസരിച്ച് എടുക്കുന്നതായിരിക്കും. അല്ല എങ്കിൽ അടുത്ത ആഴ്ചയ്ക്ക് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സാറയുടെ മരണത്തിന് ശേഷം അബ്രഹാമിൻ്റെ ജീവിതം. സാറ മരിച്ചത് നമുക്കറിയാം 127-ാമത്തെ വയസ്സിലാണ് സാറ മരിക്കുന്നത്. 37 വയസ്സ് പ്രായമുണ്ട് ഇസ്ഹാക്കിന്. 137 വയസ്സ് അബ്രഹാമിനുണ്ട്. സാറയുടെ മരണത്തിന് ശേഷം 48 സംവത്സരം അബ്രഹാം ജീവിച്ചിരുന്നു. അവിടെയാണ് അബ്രഹാം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്, കെത്തൂറ. പേര് കേൾക്കുമ്പോൾ നല്ല പേരാണ്. വലിയ കുഴപ്പമില്ലാത്ത ഒരു പേരാണ്. കെത്തൂറ എന്ന പേരിൻ്റെ അർത്ഥം ഇൻസെൻസ്, ഫ്രാഗ്രൻസ്, പെർഫ്യൂം എന്നൊക്കെയാണ്. സുഗന്ധമുള്ളതാകുന്ന ഒരു പേര്. പക്ഷേ കെത്തൂറയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, താഴെയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പേര് പോലെ അത്രമാത്രമുള്ള സുഗന്ധമൊന്നും ജീവിതത്തിൽ ഉണ്ടായതായി നമ്മൾ കാണുന്നില്ല. അവിടെ അത്രമാത്രം സുഗന്ധമുള്ളതാവുന്ന ജീവിതമായിരുന്നു കെത്തൂറയുടെയും മക്കളുടെയും എങ്കിൽ അബ്രഹാം ഒരിക്കലും അവരെ ദൂരദേശത്തേക്ക് പറഞ്ഞയക്കുമായിരുന്നില്ല. അബ്രഹാമിനോട് കൂടെ നിൽക്കുമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ താഴെ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസ്ഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. ഇസ്ഹാക്കിന് അവകാശങ്ങൾ കൊടുക്കുന്നു, വെപ്പാട്ടികളുടെ മക്കൾക്ക് ദാനങ്ങൾ കൊടുക്കുന്നു. എന്തായിരിക്കും അതിനുള്ള കാരണം? വാഗ്ദത്ത പ്രകാരമുള്ള സന്തതിയാണ് ഇസ്ഹാക്ക്. എങ്കിലും നമുക്ക് ന്യായമായും ചിന്തിക്കുവാൻ അവകാശമുണ്ട്, അബ്രഹാം ഒരു പാർഷ്വാലിറ്റി അല്ലേ ചെയ്യുന്നതെന്ന്. പക്ഷേ ദൈവനിയോഗപ്രകാരം അവരെ വേർതിരിച്ചേ മതിയാകുകയുള്ളൂ.
ദൈവമില്ലാത്ത കെരൂറയുടെ മക്കളും ദൈവമില്ലാത്ത ഒരു ഹാഗാറിന്റെ മകനും ദൈവത്തെ സേവിക്കുന്നതാകുന്ന ഒരു ഇസാക്കിൽ നിന്നും വേർതിരിച്ചു നിർത്തേണ്ടത് ആവശ്യമാണ്. 24-ാമത്തെ അധ്യായം തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. തനിക്ക് 137 വയസ്സായപ്പോൾ തന്നെ പറഞ്ഞു, വയസ്സ് ചെന്ന് വൃദ്ധനായി. തൻ്റെ മരണകാലം എപ്പോഴാണെന്ന് തനിക്ക് അറിയില്ല. എപ്പോൾ വേണമെങ്കിൽ മരിക്കാം. പക്ഷെ ഒരു തയ്യാറെടുപ്പ് താൻ നടത്തുകയാണ്. ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്ഹാക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം എപ്പോഴും ഒരു ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷമാകുന്ന ദൈവത്തിൻ്റെ ജനത്തെ ഭൂരിപക്ഷമാകുന്ന ജനം ഉപദ്രവിക്കുവാൻ സാധ്യതയുണ്ട്, ഒന്നുകിൽ കൊലപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്, അല്ല എങ്കിൽ അടിച്ചോടിക്കുവാൻ സാധ്യതയുണ്ട്. അബ്രഹാം ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഇവരെ വേർതിരിച്ചില്ല എങ്കിൽ അബ്രഹാം മരിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി ആകുന്ന വെപ്പാട്ടികളുടെ മക്കൾ ഇസാക്കിനെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇസാക്കിന് കൊടുത്തതാകുന്ന അവകാശങ്ങൾ കൈവശമാക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഇസാക്കിന്റെ അവകാശങ്ങളെല്ലാം ഇസാക്കിന് കൊടുത്തതിന് ശേഷം വെപ്പാട്ടികളുടെ മക്കളെ ഒരു ദൂരേക്ക് പറഞ്ഞയക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും. ഇവിടെ നമ്മൾ വായിക്കുന്നു, അവിടെ ദാനങ്ങൾ കൊടുത്ത് താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കോട്ട്, കിഴക്ക് ദേശത്തേക്ക് പറഞ്ഞയച്ചു. എന്താ കിഴക്കിന്റെ പ്രത്യേകത? കിഴക്കിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 4 ദിക്കുകളും ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഒരുപോലെയുള്ളതാണ്. കിഴക്കിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? തിരുവചന അടിസ്ഥാനത്തിൽ കിഴക്കിന് പ്രത്യേകതയുണ്ട്. നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ കാണുന്നതും കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇതാണ് നമുക്കറിയുന്ന ഒരു പ്രത്യേകത. എന്നാൽ അതുകൂടാതെ തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ കിഴക്കിൻ്റെതാവുന്ന പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് കുറ്റവാളികളുടെ സ്ഥാനമാണ്, പിന്മാറ്റക്കാർ കടന്നു പോകുന്ന സ്ഥാനമാണ്, ദൈവാലയമോ യാഗപീഠമോ ഇല്ലാത്തതാകുന്ന സ്ഥലമാണ്, ദൈവിക സന്തോഷവും സമാധാനവും ലഭിക്കാത്തതാകുന്ന സ്ഥാനമാണ് കിഴക്ക് പ്രദേശം. പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 24. അവിടെ നമ്മൾ വായിക്കുന്നു, പാപം ചെയ്തതാകുന്ന ആദാമും ഹവ്വയും പാപം ചെയ്തതിന് ശേഷം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. 3:24, ഞാൻ പറഞ്ഞത് 3:24. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ദൈവം ഏദന് കിഴക്ക് തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി കെരൂബുകളെ നിർത്തുന്നത് നമുക്ക് കാണുവാനായി കഴിയുന്നു. അവർ തിരിച്ച് ആ പ്രവേശന കവാടം വഴി തോട്ടത്തിലേക്ക് പ്രവേശിക്കരുത്. നിർത്തിയിരിക്കുന്നത് ഏദൻ തോട്ടത്തിന് കിഴക്ക്. 2-ാമത്തേത് പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 16. ഹാബേലിന്റെ ആദ്യത്തെ കൊലപാതകിയാകുന്ന കയീൻ ഹാബേലിനെ കൊന്നതിന് ശേഷം താൻ ഓടിപ്പോകുന്ന പ്രദേശമാണ് ഏദൻ തോട്ടത്തിന്റെ കിഴക്ക് പ്രദേശമായ നോദ് ദേശം. അപ്പോൾ താൻ അഭയം പ്രാപിക്കുവാനായി കടന്നുപോയതാകുന്ന ദേശം
കുറ്റവാളിയാകുന്ന ഒരു കായിൻ കടന്നുപോയതാകുന്ന പ്രദേശം ഏദൻ തോട്ടത്തിന് കിഴക്ക് ഭാഗമാണ്. മൂന്നാമത്തേത് നമുക്ക് പരിശോധിക്കാം. ജെനസിസ് ചാപ്റ്റർ 11 വേഴ്സ് 1. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു, ഷിനാർ ദേശത്തെ ഒരു സമഭൂമി കണ്ട് അവിടെ അവർ കുടിയിരിക്കുവാനിടയായി തീർന്നു. അവിടെയാണ് അവർ ബാബേൽ ഗോപുരം പണിതതാകുന്ന ദേശം. ദൈവം ഉള്ളതാകുന്ന ദേശത്തു നിന്നും അവർ മാറിപ്പോയി ദൈവമില്ലാത്തതാകുന്ന പ്രദേശമാകുന്ന കിഴക്കോട്ട് യാത്ര ചെയ്തു, കിഴക്കോട്ട് സഞ്ചരിച്ചു. അവർ ദൈവത്തോട് മത്സരികളായി അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും. അടുത്തത് നമുക്ക് പരിശോധിക്കാം. ജെനസിസ് ചാപ്റ്റർ 13 വേഴ്സ് 11. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. ഇവിടെ ലോത്താണ് ഇവിടുത്തെ വിഷയം. യോർദാൻ അരികെ ഉള്ളതാവുന്ന പ്രദേശം അത് നല്ലതെന്ന് നോക്കിക്കണ്ട് അവിടെ നമ്മൾ വായിക്കുന്നു, ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്ര ചെയ്തു. ഇവിടെ എല്ലാം നമ്മൾ വായിക്കുമ്പോൾ കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം പിന്മാറ്റക്കാരെയും ഒരു കൂട്ടം ദൈവത്തോട് മത്സരികളായവരെയും ഒരു കൂട്ടം കുറ്റവാളികളെയും കാണുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കട്ടെ. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയുടെ അംഗങ്ങളായി നമ്മുടേതാവുന്ന വിശ്വാസ ജീവിത യാത്ര ഇന്ന് ഏത് ദിക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ദൈവമുള്ള സ്ഥാനമാകുന്ന ദൈവാലയമുള്ള യെരൂശലേം ഭാഗത്തേക്കാണോ, അതോ ദൈവമില്ലാത്ത പിന്മാറ്റക്കാരുടെ, ദൈവ സാന്നിധ്യമില്ലാത്ത പിന്മാറ്റക്കാരുടെ സ്ഥലമാകുന്ന കിഴക്കോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? മത്തായി എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം, അവിടെ നമ്മൾ 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലേക്ക് എത്തി. ദൈവമില്ലാത്തതാവുന്ന ഒരു പ്രദേശത്ത് നിന്നും വിദ്വാൻമാർ യേശുവിൻ്റെ ജനനം അറിഞ്ഞ് യേശുവിനെ അന്വേഷിച്ച് യെരൂശലേമിലേക്ക് വരുന്നത് കാണുവാനായി കഴിയും. യെരൂശലേമിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ജോർദാൻ, സിറിയ, സൗദി അറേബ്യ, ഫാർ ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഇറാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, ചൈന, ഇതെല്ലാം കിഴക്ക് ഭാഗമാണ്. കിഴക്ക് ഭാഗം ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്തതാവുന്ന പ്രദേശമാണ്. എന്നാൽ ദൈവകൃപയാൽ കിഴക്കരാകുന്ന നമുക്കും ദൈവ വെളിച്ചം ലഭിക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളത് എത്രയോ മഹനീയമായ കാര്യമാണ്. ദൈവത്തെ സ്തുതിക്കുവാൻ നാം എത്രയോ കടപ്പെട്ടവരാണ്. എന്നിരുന്നാലും വിശ്വാസ ജീവിതത്തിൽ ഇന്നും അതിൻ്റെതാവുന്ന പവിത്രത സൂക്ഷിക്കാതെ, വിശുദ്ധി കാത്തുപാലിക്കാതെ, കേവലം ഒരു ആരാധനയിൽ നമ്മുടെ വിശ്വാസ ജീവിതം ഒതുങ്ങിപ്പോയിട്ടില്ലേ എന്നുള്ളത് നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ബാക്കിയുള്ളതാവുന്ന 6 ദിവസവും ലോകത്തിൻ്റെതാവുന്ന ചിന്തകൾ, ലോകത്തിൻ്റെതാവുന്ന ആലോചനകൾ ഒരു കിഴക്കോട്ടുള്ള യാത്രയായി പലപ്പോഴും തീർന്നിട്ടില്ലേ? മൊബൈൽ ഫോണിൻ്റെതാവുന്ന അമിതമാവുന്ന ഉപയോഗം
കിഴക്കോട്ടുള്ള യാത്രയുടെ സൂചനയാണ്. ഇപ്പോൾ ഓണത്തിൻ്റെതാകുന്ന സമയമാണല്ലോ. വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പല വിശ്വാസികളും ഇന്ന് അറിഞ്ഞിട്ടില്ല. പലപ്പോഴും തിരുവാതിര കളിച്ചും തിരുവാതിരയ്ക്ക് കൈകൊട്ടിയും വിശ്വാസികളും പല വേഷങ്ങൾ അനുഭവിച്ചും പല വേഷങ്ങൾ അഭിനയിച്ചും മുന്നോട്ട് പോയി ഞായറാഴ്ച മാത്രം ഒരു വിശ്വാസിയുടെ വേഷമണിഞ്ഞ് പോകുന്ന അനേകർ ഇന്ന് സഭാമണ്ഡലങ്ങളിലുണ്ട്. ഇതിന് നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ തീരുമാനമെടുത്ത് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. കെറ്റൂറയുടെ മക്കളും ഹാഗാറിന്റെ മക്കളും ഒരേ അഭിപ്രായക്കാരാണ്. അവർക്ക് ദൈവാലയം വേണ്ട, അവർക്ക് ആരാധന വേണ്ട, അവർക്ക് ദൈവസാന്നിധ്യം അനുഭവിച്ചറിയേണ്ട, പാട്ടും പ്രാർത്ഥനയും അവർക്ക് വേണ്ട. അവർ കിഴക്കോട്ട് പോകുന്നവരാണ്. കെറ്റൂറയുടെ മക്കളെക്കാളും ഹാഗാറിന്റെ മക്കളെക്കാളും സാറയുടെ മകന് മറ്റൊരു വ്യത്യസ്തതയുണ്ട്. അവൻ പ്രാർത്ഥനാ നിരതനാണ്. തന്നെ കുറിച്ച് 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. താൻ പ്രാർത്ഥിക്കുവാൻ, ധ്യാനിക്കുവാൻ വെളിം പ്രദേശത്ത് പോകുക പതിവായിരുന്നു. അത് സാറയിൽ നിന്ന് ലഭിച്ചതാവുന്ന ക്വാളിറ്റിയാണ്. കെറ്റൂറയിൽ നിന്നും ലഭിച്ചതാവുന്ന ക്വാളിറ്റിക്ക് അനുസരിച്ച് മെദാനും മിദ്യാനും യോക്ഷാനും എല്ലാം കഴിയുന്നു. ഒരു ഹാഗാറിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഒരു ഇസ്മായിലിന്റെ സ്വഭാവ ഗുണം വെളിപ്പെടുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, അമ്മമാരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും മക്കളുടെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത്, പിതാക്കന്മാരെക്കാളും. ഒരു 5 വയസ്സിനുള്ളിൽ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞ് എന്തായി തീരണം എന്നുള്ളത് 5 വയസ്സിനുള്ളിൽ നിർണയിക്കപ്പെട്ടിരിക്കും. 5 വയസ്സിനുള്ളിൽ അവന് സിനിമ സീരിയലാണ് കൊടുക്കുന്നതെങ്കിൽ, അവൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോണാണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ വായിക്കുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. മൊബൈൽ ഫോൺ കയ്യിലുള്ളതാകുന്ന ഒരു മകൻ, TV സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മകൻ വൃദ്ധനായാലും അതിന്ന് മാറ്റിക്കൊണ്ടുവരുവാൻ പ്രയാസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മക്കളുടെ ഭാവി അമ്മമാരുടെ കയ്യിലാണ്. 5 വയസ്സിനുള്ളിൽ മക്കളെ ഏത് നിലയിൽ പഠിപ്പിക്കുന്നുവോ അഭ്യസിപ്പിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും മക്കളുടെ ഭാവി നിർണയിക്കപ്പെടുന്നത്. എല്ലാം കഴിഞ്ഞ് പ്രായമായി, അവരെ പിടിച്ചാൽ കിട്ടാതെയായി, പേര് മോശമായി, പിന്നീട് ദൈവത്തെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാര്യങ്ങളുടെ കൺട്രോൾ അമ്മമാരുടെ കയ്യിലാണ്. എന്തുകൊണ്ട് ഇസ്ഹാക്ക് ഇസ്മായിലിനെ പോലെ ആയില്ല? എന്തുകൊണ്ട് ഒരു മിദ്യാനെ പോലെ ഇസ്ഹാക്ക് ആയി തീർന്നില്ല? അമ്മമാരുടെ ക്വാളിറ്റി നമുക്കവിടെ കാണുവാനായി കഴിയുന്നു. നമ്മൾ രാജാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും, രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിലും രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. യഹോശാഫാത്ത് 35-ാമത്തെ വയസ്സിൽ യഹൂദയിൽ വാണു. അവൻ 25 സംവത്സരം, 20-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായം. 25 വർഷം അവൻ യഹൂദയിൽ വാണു.
അവന്റെ അമ്മയ്ക്ക് അസൂബ എന്നു പേർ. അമ്മയ്ക്ക് അസൂബ എന്നു പേർ. അവൻ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കഥാപാത്രത്തെ നമുക്ക് അവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. അത് അഹസ്യാവ് എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചാണ്. അഹസ്യാവ് യെരുശലേമിൽ വാണത് അദ്ദേഹത്തിന് 42-ാമത്തെ വയസ്സിൽ. 1 സംവത്സരം അഹസ്യാവ് വാണു. അവന്റെ അമ്മയ്ക്ക് അദല്യ എന്നു പേർ. അവൻ യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്തതൊക്കെയും ചെയ്തു, അനിഷ്ടകരമായി പ്രവർത്തിച്ചു. അവന്റെ അമ്മയ്ക്ക് അദല്യ എന്നു പേർ. എന്തുകൊണ്ട് ഇവിടെ നിന്ന് അപ്പന്മാരുടെ പേര് പറഞ്ഞില്ല? ഇവിടെയൊക്കെയും രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അമ്മമാരുടെ പേരാണ് അവിടേക്കും പ്രസ്താവിക്കുന്നത്. കാരണമുണ്ട്. നമ്മൾ അദല്യയെ കുറിച്ച് വായിക്കുമ്പോൾ അതിന്റെ തൊട്ട് താഴെ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ ചെയ്തതാവുന്ന സകല ദുഷ്ടതയ്ക്കും ആലോചന പറഞ്ഞു കൊടുത്തത് അവന്റെ അമ്മയായ അദല്യയായിരുന്നു. ഒരു മകനെ നന്നാക്കുന്നതും ഒരു മകനെ മോശമാക്കുന്നതും അതിൻ്റെ പങ്കിൽ നിന്ന് അമ്മമാർക്ക് ഒഴിഞ്ഞു നിൽക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. അതിൻ്റെ ഉത്തരവാദിത്വം, ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ഏറ്റെടുത്തേ മതിയാകിയുള്ളൂ, അപ്പന്മാരെക്കാളും അമ്മമാർ. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവിക ശിക്ഷണത്തിൽ, ദൈവിക പരിപാലനത്തിൽ, ദൈവത്തിൻ്റെ ആവുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനങ്ങൾ പറഞ്ഞുകൊടുത്തും പഠിപ്പിച്ചും അവരെ ചെറുപ്രായത്തിലെ വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിച്ചാൽ അവരുടെ ഭാവിക്ക് അത് ഒരു അനുഗ്രഹമായി തീരും. അല്ല എങ്കിൽ അവർ ചെന്നെത്തുന്നതാകുന്ന അബദ്ധങ്ങൾക്കൊക്കെയും നാം മറുപടി പറയേണ്ടതായി വരും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏറ്റവും അധികമായി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്വ ബോധം നമ്മളെ ദൈവം ധാരാളമായി ഓർമ്മപ്പെടുത്തുമാറാകട്ടെ. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇതിൻ്റെ അടുത്ത കാര്യത്തിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അബ്രഹാമിൻ്റെ ആയുഷ്കാലം 175 സംവത്സരം ആയിരുന്നു. ഒരു പേരന്റൽ റെസ്പോൺസിബിലിറ്റി അബ്രഹാം നിർവഹിച്ചതിന് ശേഷം താൻ മരണത്തിലേക്ക് പോകുകയാണ്. ജീവനോടിരുന്നപ്പോൾ തന്നെ ചെയ്തു തീർക്കേണ്ടതാകുന്ന ഉത്തരവാദിത്വം അബ്രഹാം വളരെ കൃത്യമായി തന്നെ ചെയ്തു തീർത്തു. ഒരു കുറ്റവും തന്നെക്കുറിച്ച് പറയുവാനില്ലാത്ത വണ്ണം താൻ നമുക്കൊരു മാതൃകയായി നിലകൊള്ളും. വേർതിരിക്കേണ്ടതെല്ലാം വേർതിരിച്ചു നിർത്തി, കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു തീർത്തു. തൻ്റെ മരണത്തിന് ശേഷം മക്കൾ തമ്മിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, അതുകൊണ്ട് വളരെ കൃത്യനിഷ്ഠയോടുകൂടെ, വളരെ കൃത്യതയോടുകൂടെ തന്നെ അബ്രഹാം ആ പ്രവൃത്തി ചെയ്തതിന് ശേഷം 175-ാമത്തെ വയസ്സിൽ താൻ മരിക്കുന്നത് നമുക്കവിടെ കാണുവാനായി കഴിയുന്നു. അവിടെ ഇപ്രകാരം 8-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നു, അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. Then Abraham gave up the ghost and died in a good old age, an old man and full of years, and was gathered to his people. വളരെ ഉത്തരവാദിത്വ ബോധമുള്ളതാകുന്ന അബ്രഹാം
കാലസമ്പൂർണനായി ദൈവം നിശ്ചയിച്ചതാകുന്ന ആ കാല അവധിയിൽ തന്നെ തൻ്റെ 175 വയസ്സിൽ താൻ മരിക്കുകയാണ്. തനിക്കൊരു സഹോദരനുണ്ടായിരുന്നു. 11 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഹാരാൻ. ഹാരാൻ ജന്മദേശത്ത് വെച്ച് തന്നെ പിതാവായ തേരഹിന് മുമ്പ് മരിച്ചുപോയി. ലോത്തിന്റെ പിതാവാണ് ഹാരാൻ. അവിടെ വെച്ച് മരിച്ചുപോയി നാം കാണുന്നു. എന്നാൽ ദൈവം എബ്രഹാമിന് ഒരു പ്രത്യേക ദൗത്യം കൊടുത്ത്, ആയുസ് നീട്ടിക്കൊടുത്ത് ദൈവം തന്നെ കനാനിലേക്ക് അയക്കുന്നത് കാണുവാനായി കഴിയുന്നു. ദൈവം നൽകിയതാവുന്ന വാഗ്ദത്തം അതെല്ലാം നിറവേറ്റപ്പെട്ടവനായി, സംതൃപ്തനായി, ദൈവം എന്തു കൊടുക്കുമെന്ന് പറഞ്ഞു അതെല്ലാം നേടിയെടുത്തവനായി, അതെല്ലാം തൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന് സ്തോത്രം ചെയ്ത്, ദൈവത്തിന് യാഗപീഠമുണ്ടാക്കി ആരാധന കഴിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് താൻ കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണുവാനായി കഴിയുന്നു. അബ്രഹാമിനെ വിളിച്ചതാവുന്ന സമയം നമുക്കറിയാം. തൻ്റെ 75 വയസ്സിലാണ് അബ്രഹാമിനെ വിളിച്ചത് എന്ന് ഞാൻ പറഞ്ഞ ഒരുപക്ഷെ തെറ്റായിരിക്കും. 75 വയസ്സെന്ന് പ്രായം നമ്മൾ പറയുന്നത് 12 അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 12 അധ്യായത്തിലാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചു എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായി കാണുന്നത്. എന്നാൽ അവിടെ വെച്ചല്ല ദൈവം വിളിക്കുന്നത്. ദൈവം വിളിക്കുന്നത് മെസൊപ്പൊത്താമിയയിൽ വെച്ചാണ്. അത് 11 അധ്യായത്തിൽ കൊടുത്തിട്ടില്ല. അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം 7 വാക്യത്തിലാണ്. മെസൊപ്പൊത്താമിയയിലെ ഊരിൽ വെച്ച് ദൈവം അബ്രഹാമിനെ വിളിച്ചു എന്ന് നമ്മൾ അവിടെ കാണുന്നു. രണ്ടാമത് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 7 അധ്യായം 2 വാക്യത്തിലാണ്. ആക്ട്സ് ചാപ്റ്റർ 7 വേഴ്സ് 2. സ്തേഫാനോസിൻ്റെതാവുന്ന പ്രസംഗത്തിൽ സ്തേഫാനോസ് നിന്ന് പറയുന്നതാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ കാണാം. നമ്മുടെ പിതാവാകുന്ന അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുൻപേ മെസൊപ്പൊത്താമിയയിലെ ഊരിൽ വെച്ച് തന്നെ തേജോമയനാകുന്ന ദൈവം അവന് പ്രത്യക്ഷനായി, ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ദൈവം വിളിച്ചതായി സ്തേഫാനോസ് പറയുന്നു. മാത്രമല്ല ഉൽപ്പത്തി പുസ്തകം 15 അധ്യായം 7 വാക്യവും പറയുന്നു. അപ്പോൾ 12 അധ്യായത്തിലാണ് നമ്മൾ ശരിക്കും അബ്രഹാമിന്റെ വിളി കാണുന്നത് എങ്കിൽ തന്നെയും 11 അധ്യായത്തിൽ മെസൊപ്പൊത്താമിയയിൽ വെച്ച് തന്നെ ദൈവം അബ്രഹാമിനെ വിളിച്ചു എന്ന് നമ്മൾ അവിടെ കാണുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. മെസൊപ്പൊത്താമിയയിൽ നിന്നും യാത്ര തിരിച്ചതാകുന്ന തേരർ, അബ്രഹാം, അബ്രഹാമിന്റെ ഭാര്യ ലോത്ത്, ഇവരെ നിയന്ത്രിച്ചിരുന്നത് തേരഹാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സഹോദരൻ ലിജോ ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചതാണ്. അവിടെ വിളിച്ചത് അബ്രഹാമിനെയാണെങ്കിലും നിയന്ത്രണം അബ്രഹാമിൻ്റെതല്ല, തേരഹിൻ്റെതാണ്. നമ്മളവിടെ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തേരഹിനെയാണോ ദൈവം ഈ ദൗത്യം ഏൽപ്പിച്ചത് എന്ന് തോന്നിപ്പോകുന്ന രംഗം നമുക്കവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്തതാകുന്ന തേരഹും അബ്രഹാമും ലോത്തും അബ്രഹാമിന്റെ ഭാര്യയാകുന്ന സാറയും അവർ ഹാരാനിൽ വന്നു, അവിടെ പാർത്തു. എത്ര വർഷം പാർത്തു എന്നതിന് തെളിവ് അവിടെയില്ല. എത്ര കാലം പാർത്തു എന്നതിന് തെളിവില്ല.
മുൻപോട്ടുള്ള യാത്ര തടസ്സമായി. അവരവിടെ നിന്നും പുറപ്പെട്ടത് കനാൻ ദേശത്തേക്കാണ്. പക്ഷെ കനാൻ ദേശത്തേക്ക് പോകാതെ ഇടയ്ക്ക് വെച്ച് യാത്ര അവർ നിർത്തിവെച്ചു. ഹാരാൻ കണ്ടപ്പോൾ അവിടെ മതി എന്ന് നിശ്ചയിക്കുവാനിടയായി. യാത്ര അവിടെ അവസാനിപ്പിക്കുന്ന രംഗം നമ്മൾ അവിടെ കാണുന്നു. തേരഹ് എന്ന് പറയുന്നതാകുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പേരിൻ്റെതാകുന്ന അർത്ഥം തടസ്സം, ഒബ്സ്റ്റേക്കിൾ, ഹിൻഡ്രൻസ് എന്നൊക്കെയാണ്. യാത്ര തിരിച്ചതാവുന്ന യാത്രാ സംഘത്തിന്റെ ലീഡർ തടസ്സമാകുന്ന തേരഹ്, മുൻപോട്ട് പോകുവാൻ സമ്മതിക്കാത്ത ഒരു തേരഹ്, ദൈവികമാകുന്ന കാഴ്ചപ്പാടുകളെ തടസ്സം നിൽക്കുന്നതാകുന്ന ഒരു തേരഹ്, ദൈവിക പദ്ധതികളെ മാറ്റിമറിക്കുന്നതാവുന്ന ഒരു തേരഹ്. തടസ്സം മാറ്റുവാൻ ദൈവം ചെയ്തതാവുന്ന പദ്ധതി, ദൈവത്തിൻ്റെതാവുന്ന പദ്ധതി നമുക്ക് അവിടെ കാണാം. തേരഹ് ഹാരാനിൽ വെച്ച് മരിക്കുന്ന ഒരു രംഗം നമ്മളവിടെ കാണും. ഹാരാനിൽ വെച്ച് തേരഹ് മരിച്ചതിന് ശേഷമാണ് 12-ാമത്തെ അധ്യായം നമ്മൾ തുടങ്ങുന്നത്, അവിടെ കാണുന്നത്. അതിനുശേഷമാണ് ദൈവം വീണ്ടും അബ്രഹാമിന് നിയോഗം കൊടുക്കുന്നതും കനാൻ ദേശത്തിലേക്ക് പറഞ്ഞയക്കുന്നത് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ വായിക്കുന്ന 75-ാമത്തെ വയസ്സിൽ ഹാരാനിൽ നിന്ന് പുറപ്പെടുന്നു. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം തരുമെന്ന് പറഞ്ഞു. പക്ഷേ 99 വയസ്സ് വരെയും ഒരു സന്തതിയും സ്വന്തമായി തനിക്കുണ്ടായില്ല. എന്നാൽ കനാൻ ദേശത്തിലേക്ക് യാത്ര ചെയ്തതാകുന്ന അവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഒരു ഉപായ ബുദ്ധി സാറ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഹാഗാറിലൂടെ ഒരു പുത്രൻ തനിക്കുണ്ടാവുകയും ചെയ്യുന്ന രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു 100 വർഷത്തേതാകുന്ന വിശ്വാസ ജീവിത പരമ്പര അബ്രഹാമിൽ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. വിശ്വസ്തനായ ദൈവത്തിൻ്റെതാകുന്ന ദൗത്യവുമായി കടന്നു വന്നതാകുന്ന അബ്രഹാം തന്നോടുകൂടെ ഇരുന്ന് ചെയ്തതാകുന്ന ദൈവത്തിൻ്റെതാകുന്ന വിശ്വസ്തത, 175-ാമത്തെ വയസ്സിൽ താൻ മരിക്കുമ്പോൾ വളരെ സംതൃപ്തിയോടുകൂടിയാണ് താൻ മരിക്കുന്നത്. ഒരു പരാതിയും ദൈവമുമ്പാകെ പറയുവാൻ തനിക്കില്ല. വളരെ സംതൃപ്തനായി കാലസമ്പൂർണതയിൽ. താഴെ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇസ്മായിലിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ കടന്നു വരാം. കാലസമ്പൂർണതയിൽ മരിക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്കവിടെ കാണുവാനായി കഴിയുന്നു. തൻ്റെ വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു, നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു. തൻ്റെ ജനത്തോട് ചേർന്നു. നല്ല വാർദ്ധക്യത്തിൽ, ഇൻ ഹിസ് ഗുഡ് ഓൾഡ് ഏജ്, നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ട് മരിക്കുന്നതാകുന്ന ഒരു അബ്രഹാം. പ്രിയമുള്ളവരെ, നമ്മുടേതാവുന്ന ജീവിതത്തിൽ വിശ്വാസയാത്രയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടേതാവുന്ന ജീവിതം എത്രമാത്രം അബ്രഹാമിനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടി ഇരുന്നു എന്നുള്ളത് നാം പരിശോധിക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. വേർതിരിക്കേണ്ടത് വേർതിരിക്കുവാൻ, മാറ്റി നിർത്തേണ്ടത് മാറ്റി നിർത്തുവാൻ, ദൈവം കൽപ്പിച്ചതിനപ്പുറമായി ഒന്നും ചെയ്യാതെ എല്ലാം കൃത്യതയോടുകൂടെ ചെയ്യുന്ന ഒരു അബ്രഹാം. 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, പഠിച്ചല്ലോ. താൻ സ്നേഹിച്ചതാവുന്ന ഏകപുത്രനെ ബലി കഴിക്കുവാൻ ദൈവത്തോട് അത്രമാത്രം സ്നേഹം കാണിക്കുന്ന ഒരു അബ്രഹാമിനെ നമ്മൾ അവിടെ കാണുന്നു.
ദൈവത്തിനു മുമ്പാകെ വിശ്വസ്തനായിരുന്ന ഒരു അബ്രഹാം. ഞാൻ വേഗത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അടുത്തതാവുന്ന ഭാഗം, ഇതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു ഇസ്മായേലിൻ്റെ വംശ പാരമ്പര്യവും അതുപോലെ അദ്ദേഹത്തിൻ്റെ മരണവും നമുക്കവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. ഇസ്മായേൽ 12 ഗോത്ര പ്രഭുക്കന്മാരുടെ പിതാവായിരുന്നു എന്ന് കാണുവാനായി കഴിയുന്നു. 12 മക്കൾ തനിക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ 12 മുതലുള്ളതാകുന്ന വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. 18 വരെയുള്ളതാകുന്ന ഭാഗങ്ങൾ. അതുപോലെ അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരും. 18-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർത്തു എന്ന് നമ്മൾ അവിടെ കാണുന്നു. ഇസ്മായേലിൻ്റെതാവുന്ന മരണവും നമ്മൾ അവിടെ കാണുന്നുണ്ട്. 137-ാമത്തെ വയസ്സിൽ ഇസ്മായേൽ മരിക്കുകയാണ്. ഒരു ഹാഗാറിൻ്റെ എല്ലാ ക്വാളിറ്റിയും തന്നിൽ പ്രകടമാകുന്നുണ്ട്. നമുക്കറിയാം, അവൻ പരിഹാസിയായിരുന്നു. സാറയെയും ഇസ്ഹാക്കിനെയും ഒക്കെ ഉപദ്രവിക്കുന്ന ശീലമുള്ളവനായിരുന്നു. മാത്രമല്ല, ഇവിടെ നമ്മൾ അവസാനം വായിക്കുമ്പോൾ അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുന്നവനായിരുന്നു. എതിരെ പാർക്കുന്നവൻ. ഇതൊരു സ്പിരിറ്റാണ്. എല്ലാറ്റിനും എതിർത്തു നിൽക്കുക എന്നുള്ളത് ഒരു സ്പിരിറ്റാണ്. ദൈവജനത്തോട് ചേരാതിരിക്കുക എന്നുള്ളത് ഒരു സ്പിരിറ്റാണ്. നമ്മുടെ നിയമസഭയിൽ ഒരു ഒപ്പോസിഷൻ പാർട്ടിയുണ്ട്. അവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ എതിർക്കുക എന്നുള്ളതാണ് ജോലി. ഭരണപക്ഷം എന്തു പറയുന്നോ അത് തെറ്റായിക്കൊള്ളട്ടെ ശരിയായിക്കൊള്ളട്ടെ, പാർട്ടിയുടേതാകുന്ന ഇഷ്ടം അതിനെ എതിർക്കുക എന്നുള്ളതാണ്. എതിർത്ത് പറയുക. ഇവിടെ ഇസ്മായേൽ അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരായി പാർക്കുകയാണ്. അവൻ ആരാധനയില്ല, പ്രാർത്ഥനകളില്ല, ദൈവാലയങ്ങളില്ല, യാഗപീഠങ്ങളില്ല. ബോധിച്ചതുപോലെ അവൻ പാർക്കുന്ന ഒരു രംഗം നമ്മൾ അവിടെ കാണുന്നു. എസെക്കിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 33-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. എസെക്കിയേലിന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകളൊന്നും ഇസാക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇല്ല. യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരുടെ മരണം വിലയേറിയതാകുന്നു. 116-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരുടെ മരണം വിലയേറിയതാണ്. ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. അബ്രഹാമിന്റെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. പക്ഷെ ഇസ്മായേലിന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. ഭക്തന്മാരുടെ മരണം എപ്പോഴും ദൈവത്തിന് വിലയേറിയതാണ്. ഭക്തന്മാർ മരിക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാർ സ്വർഗീയ കവാടങ്ങളിൽ അവരെ എതിരേൽക്കുവാൻ നിൽക്കും. പക്ഷേ ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല.
ഇവിടെ ഇസ്മായേൽ മരിച്ചു, പ്രാണനെ വിട്ടു മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. ഏതായിരിക്കും ആ ജനം? മുമ്പ് മത്സരികളാകുന്ന, കുറ്റക്കാരാകുന്ന ഒരു കൂട്ടം പേർ തനിക്ക് മുൻപിലുണ്ട്. കായീനുണ്ട്, ബാബേൽ ഗോപുരം നിർമ്മിക്കുവാൻ പോയ ജനങ്ങളുണ്ട്, ജലപ്രളയത്തിൽ മുങ്ങി മരിച്ചതാകുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ആ ജനത്തോടാണ് ഇസ്മായേൽ ചേർന്നത്. അബ്രഹാം തൻ്റെ ജനത്തോട് ചേർന്നു. ആരോട് ചേർന്നു? ആദാം, ഹാബേൽ, ഹാനോക്ക്, നോഹ, വിശ്വാസവീരന്മാരാകുന്ന തൻ്റെ ജനത്തോട് ചേർന്നു. ഇവിടെ രണ്ടുപേരും രണ്ട് വ്യത്യസ്തങ്ങളാകുന്ന ജനങ്ങളോട് ചേരുന്നത് നമുക്ക് അവിടെ കാണുവാനായി കഴിയുന്നു. ഞാൻ വീണ്ടും താഴേക്ക് പോകട്ടെ. ഇവിടെ 19 മുതൽ 28 വരെയുള്ളതാകുന്ന ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ യേശാവിൻ്റെയും യാക്കോബിൻ്റെയും ജനനം നമുക്കവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. വളരെ ദൈവഹിതപ്രകാരമുള്ളതാകുന്ന ഒരു വിവാഹം ഇസാക്കിന് നടന്നു. അറേഞ്ച്ഡ് മാരേജ്. വഴിക്ക് വെച്ച് കണ്ട് മുട്ടി കൊണ്ടുവന്ന ഒരു ഭാര്യയല്ല റിബേക്ക. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വീട്ടിലേക്ക് കടന്നു വന്നവളല്ല റിബേക്ക. ദൈവനിയോഗത്താൽ, ദൈവഭൃത്യനാൽ കടന്നുപോയി അടയാളപ്രകാരം കണ്ടെത്തിയതും കൊണ്ടുവന്നതുമാകുന്ന ഒരു ഭാര്യയാണ് റിബേക്ക. ദൈവഹിതപ്രകാരമുള്ള വിവാഹം കഴിച്ചതാകുന്ന റിബേക്കയും ഇവിടെ പ്രശ്നങ്ങൾ കടന്നു വരികയാണ്. കുടുംബജീവിതത്തിൽ മക്കളുണ്ടാകുന്നില്ല. ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നമ്മളവിടെ കാണുന്നു. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അന്യോന്യം പഴിചാരാതെ മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കാതെ ദൈവസന്നിധിയിൽ ആ വിഷയങ്ങൾ കൊണ്ടുവരണം. ഈ അനുഭവം ലഭിച്ചത് സാറയിൽ നിന്നും അബ്രഹാമിൽ നിന്നുമാണ്. ഇസ്ഹാക്ക് അതിവിടെ പിന്തുടരുകയാണ്. ഇസ്ഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കുകയാണ്. താൻ ഉണ്ടായത് എങ്ങനെയാണെന്ന് വ്യക്തമായി സാറയും അബ്രഹാമും തന്നെ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെയുള്ളതാകുന്ന അനുഭവം ഇസ്ഹാക്കിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ 40-ാമത്തെ വയസ്സിൽ വിവാഹിതനായെങ്കിലും 20 വർഷത്തോളം മക്കളില്ലാത്തതാകുന്ന ദുഃഖം ആ കുടുംബത്തെ ഭരിക്കുവാനിടയായി. അവർ പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിച്ചതിന്റെ ഫലമായി റിബേക്ക ഗർഭിണിയായി. അവിടെ തൻ്റെ വയറ്റിൽ ഇരട്ട പിള്ളകൾ, 2 കുഞ്ഞുങ്ങൾ വയറ്റിൽ തിങ്ങുന്ന കാഴ്ച നമ്മളവിടെ കാണും. ഗർഭിണിയായില്ല എന്ന് പറഞ്ഞുള്ളതാകുന്ന വിഷമം ഇപ്പോൾ മാറി. ഇപ്പോൾ ഗർഭിണിയായപ്പോൾ ഗർഭിണിയായതിൻ്റെതാകുന്ന ദുഃഖമാണ് റിബേക്കയെ ഭരിക്കുന്നത്. ഇവിടെ ഇസാക്കിനോട് പരാതി പറഞ്ഞതായി നമ്മൾ കാണുന്നില്ല. പക്ഷേ അവൾ ദൈവത്തോട് ചോദിക്കുവാൻ ചെയ്യുന്നു. ഞാൻ എന്തിനിങ്ങനെ ജീവിക്കുന്നു? ദൈവത്തോട് ചോദിക്കുവാനായി അവൾ ചെല്ലുന്നതാകുന്ന രംഗം നമ്മൾ അവിടെ കാണുകയാണ്. അപ്പോൾ ദൈവം അവളോട് പറയുന്നതാകുന്ന കാര്യങ്ങൾ നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ താഴേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ ഉദരത്തിൽ രണ്ട് വംശങ്ങൾ ഉടലെടുക്കുമെന്നും മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നും ഉള്ളതാവുന്ന വാഗ്ദത്തം അവളോട് പറയുന്നത് നമുക്കവിടെ കാണുവാനായി കഴിയുന്നു. ഞാനതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരാം. സമയം ഇവിടെ അവസാനിച്ചല്ലോ. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇനിയും നിങ്ങളുടെ സമയം ഞാൻ പരീക്ഷിക്കുന്നില്ല. ഈ 4-ാമത്തെ പോർഷൻ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചത്തെ 26-ാമത്തെ അധ്യായം എടുക്കുന്നതിന് മുമ്പായി
ഞാൻ ഈ അവസാനത്തെ പോർഷനും കൂടെ എടുത്ത് ഞാൻ തുടങ്ങുന്നതായിരിക്കും. ദൈവം നമ്മളേവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ വചന കേൾവി മുഖാന്തരം കേവലം ചരിത്രം പരിശോധിക്കുക എന്നതിനേക്കാൾ ഉപരി, ഇതിൻ്റെ പാശ്ചാത്തലം പരിശോധിക്കുക എന്നതിനേക്കാൾ ഉപരി, ഇതിൽ കൊടുത്തിരിക്കുന്ന വചനങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കി തീർക്കുവാനായി കഴിയും, എന്തൊക്കെ കൂട്ടിച്ചേർക്കുവാനായി സാധിക്കും, എന്തൊക്കെ വെട്ടിമാറ്റി കളയുവാൻ ഇടയായിത്തീരും. വെട്ടിമാറ്റി കളയേണ്ടത് വെട്ടിമാറ്റി കളയുവാനും കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കുവാനും തിരുവചന പഠനം മൂലം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ ആദരിക്കുമാറാകട്ടെ. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.